കഴിഞ്ഞ ദിവസം സൗദിയിലേക്ക് യാത്ര ചെയ്യുന്നതിനിടയിൽ ഒരു ഹൃദ്യമായ അനുഭവം ഉണ്ടായി. അതായത് ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒരു സ്ഥലത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ യാത്ര തുടർന്നത്. അസീസ് ഖാൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഒരു കുവൈത്തി പൗരനാണ് അദ്ദേഹം. വളരെ ദിവസമായിട്ട് അങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് സൗദിയിൽ തന്നെ ഒരു ഫാമുണ്ട്. സൗദിയിൽ നമ്മൾ പോകുമ്പോൾ ഒരു നാരിയ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന് തിരിഞ്ഞു പോയിട്ട് ഒരു വില്ലേജാണ്. അതായത് ശരിക്കും നഗരത്തിൽ നിന്നൊക്കെ വിട്ടു നിന്നിട്ടുള്ള ഒരു വില്ലേജ്. അവിടെ കുറച്ച് വീടുകളൊക്കെ ഉള്ള ഒരു സ്ഥലം. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫാം ഹൗസ് ഉണ്ട്. ആ ഫാം ഹൗസിലേക്ക് ഞങ്ങൾ പ്രത്യേകം ക്ഷണിക്കുകയും കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അപാരമായിട്ടുള്ള ഒരു സ്വീകരണമാണ്. വളരെ ഊഷ്മളമായിട്ടുള്ള ഒരു സ്വീകരണമാണ് അദ്ദേഹം നൽകിയത്. അപ്പോൾ തോന്നി ശരിക്കും ഈ അറബികളുടെ ആതിഥേയത്വം, അവരുടെ ആതിഥേയത്വം മര്യാദ അനുഭവിക്കുമ്പോഴേ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഊഷ്മളത മനസ്സിലാവുള്ളൂ. നമ്മളെ സ്വീകരിച്ചിരുത്തി. അത് ശരിക്കും അറബ് സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ആദ്യം നമുക്ക് ഈന്തപ്പഴമാണ് തന്നത്. ഈന്തപ്പഴം കഴിച്ച് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഗവ കൊണ്ടുവന്ന് തന്ന്. അവരുടെ ജോലിക്കാരുണ്ട്. പിന്നെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു. കഴിക്കാനിരുന്നപ്പോൾ ശ്രദ്ധിച്ച ഒരു പ്രത്യേക കാര്യം, എല്ലാവരും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോഴേ അവിടെ ഉണ്ടായിരുന്ന വീട്ടുജോലിക്കാരായ ബംഗ്ലാദേശി സ്വദേശിയാണ്, അതുപോലെ തന്നെ അവിടുത്തെ പാചകക്കാരൻ കുക്കായിട്ടുള്ള നേപ്പാളി സ്വദേശി, അവരെല്ലാവരും നിർബന്ധപൂർവ്വം വിളിച്ച് കൂടെ ഇരുത്തി ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചാണ് ഭക്ഷണം കഴിച്ചത്. ഭയങ്കര ഒരു ഹൃദ്യമായ ഒരു അനുഭവമായിട്ട് ഫീൽ ചെയ്തു. അവർ മുമ്പ് താമസിച്ചിരുന്ന അവരുടെ പഴയ വീടിൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ട്. വീടൊക്കെ ഏകദേശം പൊളിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ 1960 മുതൽ അവരുടെ പൂർവികർ താമസിച്ചിരുന്ന വീട്, അതിൻ്റെ ദീവാനി, പിന്നെ അതേപോലെ തന്നെ കിച്ചണ്, ടോപ്പിലുള്ള സ്ഥലം, ഇങ്ങനെ ഈ ഭാഗങ്ങളൊക്കെ അദ്ദേഹം നടന്ന് നമുക്ക് 1 by 1 ആയിട്ട് പരിചയപ്പെടുത്തി കാണിച്ചു തരികയും ചെയ്തു. അദ്ദേഹം നമ്മുടെ സ്വീകരിച്ച കുവൈത്തിയുടെ പേര് അബ്ദുള്ള എന്നാണ്. പിന്നെ വേറൊരു ഭയങ്കര ഒരു അട്രാക്ഷനായി കണ്ടത്, അവിടെ ഈ ബോർവെല്ലുണ്ട്. അവർ കൃഷിക്ക് ഉപയോഗിക്കുന്നത് ബോർവെല്ലുണ്ട്. ബോർവെല്ലിൽ നിന്നുള്ള വെള്ളമാണ് അവർ യൂസ് ചെയ്യുന്നത്. പണ്ടത്തെ കിണറാട്ടോ, ഇപ്പോൾ ഒരു ബോർവെല്ല് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ തന്നെ നമ്മളെ കയറ്റിയിട്ട് അദ്ദേഹം കൃഷി ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒട്ടകങ്ങളുണ്ട്, അതുപോലെ തന്നെ ആടുകളുണ്ട്. അപ്പോൾ അതൊക്കെ പോയിട്ട് അദ്ദേഹം നമ്മളെ കാണിച്ചു തന്നു. വളരെ പ്രത്യേകതയുള്ളൊരു കൃഷി നമ്മൾ കണ്ടത്, ഈ ഒട്ടകങ്ങൾക്കും ആടുകൾക്കൊക്കെ പുല്ല് നൽകുന്നതിന് വേണ്ടി പുല്ലിൻ്റെ കൃഷി നടത്തുന്നുണ്ട്. ഈ മരുഭൂമിയിൽ വളരെ വിശാലമായ സ്ഥലത്ത് പ്രത്യേകമായിട്ടുള്ള ഇറിഗേഷൻ സംവിധാനം, ഈ ജലസേചന സംവിധാനമൊക്കെ നടത്തിയിട്ട് വലിയ തോതിൽ ഒരുപാട് ഏരിയയിൽ കൃഷി നടത്തുന്നുണ്ട്. മസറയില് ഇത് ക്രിക്കറ്റ് സ്റ്റേഡിയം അല്ല കേട്ടോ, അത് യഥാർത്ഥത്തിൽ ഒട്ടകത്തിന് ആടിനൊക്കെ കൊടുക്കാൻ വേണ്ടി പുല്ല് വളർത്തിയ സ്ഥലം. അത്ര ഏരിയയിലുണ്ട് പുല്ല്. എന്തായാലും വളരെ ഹൃദ്യമായ ഒരു അനുഭവമായിരുന്നു. കുറച്ച് സമയം അവിടെ നിന്ന് ഞങ്ങൾ അവിടുന്ന് നേരെ റിയാദിലേക്ക് തിരിച്ചു പോയി. പോകുന്ന സമയത്തും അദ്ദേഹം നമ്മളെ സ്നേഹം കൊണ്ട് മൂടുകയായിരുന്നു. വീണ്ടും വീണ്ടും നമ്മൾ വന്നതിലുള്ള സന്തോഷം അറിയിക്കുകയും നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും ഇവിടെ വരാമെന്ന് പറയുകയും, അതുമാത്രമല്ല ഇനി കുവൈത്തിലെത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ കുവൈത്തിലെ വീട്ടിൽ നിങ്ങൾ എന്തായാലും വരണമെന്ന് പ്രത്യേകം ഉണർത്തുകയും ചെയ്തു. അപ്പോൾ സാധ്യമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുവൈത്തിലെ വീട്ടിലും പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു അത്.